എന്നെ കൊണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതുണ്ടല്ലോ, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോ ഫെയിൽ അടിപൊളി അവിയൽ റെസിപ്പിയാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കണ്ട വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എന്താ പറയുക, സാധാരണ നീളത്തിൽ അവിയലിന് നമ്മൾ അരിയുമല്ലോ, ആ അരിയുന്ന രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഫ്രോസൺ ഡ്രം സ്റ്റിക്കാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് ഡീഫ്രീസ് ആകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അതും കൂടി ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടു. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ടു. കൂടുതൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആ ഒരു രീതിയിൽ ഇടണം. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂണോ ടോങ്സോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ നമ്മൾ തക്കാളി ആഡ് ചെയ്യരുത്, പിന്നെന്താ ഉപ്പും ആഡ് ചെയ്യരുത് കേട്ടോ. 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവിയൽ നമുക്ക് നല്ല അടിപൊളിയാക്കാം. ഇനി അതിന് ശേഷം ഞാൻ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുറച്ച് മതി. ഇനി ഒഴിച്ചില്ലേലും വെജിറ്റബിൾസിൽ നിന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കാകുന്നത് വരെ വേവിച്ചു. ഇനി അതിന് ശേഷമാണ് വെജിറ്റബിൾസ് എല്ലാം വെന്തതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. ഇനി ഉപ്പിട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി വെച്ചു. എന്നിട്ട് അത് അടച്ചു വെച്ചു, തീയെല്ലാം ഓഫ് ചെയ്തു. ഇനി നമുക്ക് അരപ്പിന് വേണ്ടത് തേങ്ങ, ജീരകം, ചെറിയുള്ളി, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇതിൻ്റെ കൂടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് 2 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനം ഞാൻ എൻ്റെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ചെയ്തത്. ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗ്രൈൻഡർ ആണെങ്കിൽ അതും ഉപയോഗിക്കാം. എന്നിട്ട് ആ മാവെന്ന് ഞാൻ പറയാം, അത് ഗ്രൈൻഡ് ചെയ്തത് നേരെ നമ്മുടെ ഈ വെന്ത വെജിറ്റബിൾസിലേക്ക് ഇടുക. എന്നിട്ട് അതിന് നടുക്കൊരു കുഴി കുത്തിയിട്ട് ഒരു തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി വെക്കുക. ഇനി അത് അടച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം അടച്ചങ്ങ് വേവിക്കുക. ഒന്ന് താഴെ നോക്കണം കേട്ടോ, ഇത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അവിയൽ റെഡി.